ആർക്കും മറ്റു പരാതികളൊന്നുമില്ല. നല്ലതായിട്ട് വീണ്ടും മുമ്പോട്ട് പോകാനായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ സന്ദർഭം അറിയിക്കേണ്ട ഒരാൾ ചെയർപേഴ്സണാണ്. ഈ സാധനം നമ്മുടെ ഇവിടെ തരാനായിട്ട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥ കാണിച്ച ചെയർപേഴ്സൺ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ജനങ്ങളോടുള്ള ജോലികളോടുള്ള ഇടപെടലുകളൊക്കെ വളരെ നല്ലതാണ്. വീണ്ടും നന്നായിട്ട് ഇടപെടാനും നമ്മുടെ ഈ ആശുപത്രി എന്നും ആളുകൾക്ക് പ്രയോജനമായി എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇതിന്റെ കേക്ക് മുറിക്കുന്നതിനെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൗൺസിലറും നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ബെന്നി മാത്യു ഉൾപ്പെടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ, അതുപോലെ തന്നെ സ്റ്റാഫ്, ഇവിടെ കൂടിയിട്ടുള്ള പൊതുജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പന്തളം പ്രദേശത്തെ ആളുകൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലും തെക്കൻ മേഖലയിലും എന്ന് പറഞ്ഞാൽ പന്തളത്തിന്റെ തെക്ക് വശത്തും നീർക്കോണം ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് ഉള്ള ആളുകൾ നമ്മൾ ആശ്രയിച്ചിരുന്നത് കടക്കാട് ഹോസ്പിറ്റലിനെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ 2 വെൽനസ് സെന്ററുകൾ നമുക്ക് അനുവദിക്കുകയും അങ്ങനെ നമ്മൾ ഈ 2 വെൽനസ് സെന്ററുകൾ, ഒന്ന് ഇടയാടി സ്കൂളിന് സമീപവും അത് ഒന്ന് ഇവിടെയുമായിട്ട് സ്ഥാപിക്കാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒട്ടനവധി പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ നമ്മൾ പരിഹരിച്ചു വരികയാണെങ്കിലും അടിയന്തരമായിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഒരു പനി ഒക്കെ വരുന്ന ഉടനെ പെട്ടെന്ന് വരാനായിട്ടൊരു അവസരം നമുക്ക് ഈ ഹോസ്പിറ്റൽ ഇവിടെ ഉള്ളത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഇവിടുന്ന് പൊതുവായിട്ട് ആളുകൾ ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ പലരോടും ഇവിടെ വരുന്നവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഇവിടുന്ന് മരുന്ന് തരുന്നതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ സംതൃപ്തരാണ്. കാരണം ഡോക്ടർ ഇവിടുന്ന് കുറിച്ചു കൊടുക്കുന്ന മരുന്ന് വളരെ നല്ലതാണെന്ന് സതീഷ് മഞ്ചാടി എന്നോട് ഒരു അഭിപ്രായം പറഞ്ഞു. ചെപ്പോസ നല്ല ഇതാണ്, പെട്ടെന്ന് എനിക്ക് അസുഖം മാറി, അത് അവിടുത്തെ ഡോക്ടർ നല്ല ഇതായിട്ടാണ് മരുന്ന് തരുന്നതെന്നൊക്കെ പറഞ്ഞു. നമ്മളില്ല പറയത്തില്ലേ, പിന്നെ എന്താ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ സമീപ പ്രദേശത്ത് നമുക്ക് ഇങ്ങനൊരു സൗകര്യം, നിങ്ങളായിട്ട് നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ ചെക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ ഇവരാകുമ്പോൾ അതിന്റെ ഡോക്ടറും മറ്റ് സ്റ്റാഫും ഒക്കെ വളരെ നിങ്ങളെ കാര്യക്ഷമമായിട്ട് പരിശോധിക്കുകയും അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അതിനുള്ള മരുന്നുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി തരും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പരിമിതികളുണ്ട്. നമ്മളത് ഇപ്പൊ ഉടനെ തന്നെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ബാക്കിയുള്ള സംവിധാനങ്ങളും ഉടനെ ആകും. ഇപ്പം സെക്കൻഡ് ഘട്ടം എന്ന നിലയിൽ നമുക്ക് ഇതിന് വീണ്ടും ഫണ്ട് വരികയാണ്, ഇതിന്റെ മോഡിഫിക്കേഷനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ വാടക കെട്ടിടത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി വരും വർഷങ്ങളിൽ നമുക്ക് സ്വന്തമായി ഒരു ഭൂമി കണ്ടെത്തി തന്നെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കണം. അതിന് നമ്മുടെ നാട്ടുകാരായ നിങ്ങളുടെ സഹായങ്ങൾ വേണം. അപ്പം എല്ലാവരും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അസുഖം ഒരിക്കലും വരരുതെന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. എങ്കിൽ പോലും നമ്മുടെ അടിയന്തര സാഹചര്യങ്ങളിൽ ഇങ്ങനൊരു കാര്യമുണ്ട്. അങ്ങനെ ഇന്ന് 1 വർഷം തികയുകയാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഇത് ആഘോഷപൂർവ്വം കൊണ്ടാടാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാം, വയനാട്ടിൽ ഇപ്പൊ ന്യൂസ് കാണിച്ചത് 89 പേരാണ് മരിച്ചത്. 89 പേരെ ഇപ്പൊ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു മേഖലയിൽ 10-200 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ആ ഭാഗത്തേക്ക് ഒരാളെ പോലും കണ്ടെത്താനായിട്ട് പോകാൻ പറ്റിയിട്ടില്ല, അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പം ഈ മരണസംഖ്യയുടെ ആഴം വർദ്ധിക്കാൻ പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ദേശീയ ദുഃഖാചരണം ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ജില്ലയിൽ ഇത്രയും ഒരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ പോലും നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മളിത് ഇന്ന് നമ്മൾ പിന്നെ 1ാം വാർഷികം ആഘോഷിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. എല്ലാവരും ഇങ്ങോട്ട് കയറുന്നില്ല, എല്ലാവരും അവിടെ നിൽക്കായിരുന്നു. ഞാൻ